എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ആദ്യ വാരത്തിലെ വോട്ടിംഗ് ലൈൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഹൌസിനുള്ളിലെ ആദ്യ എലിമിനേഷൻ ഭീഷണിയിൽ ആരുടെ യാത്രയാണ് അവസാനിക്കുക എന്നറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വോട്ടിംഗ് നിലയിൽ ഓരോ ദിവസവും കണ്ട അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ അന്തിമ വിധി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് രാത്രി 12 മണി വരെയുള്ള അന്തിമ ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യ ആഴ്ചയിലെ വോട്ടിംഗ് പോരാട്ടത്തിൽ പ്രേക്ഷകരുടെ മനസ്സ് ആരുടെ കൂടെയായിരുന്നു എന്ന് ഈ വോട്ടിംഗ് നില കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തിയത് അനുമോളാണ്. 2,31,674 വോട്ടുകളാണ് അനുമോൾ നേടിയത്. ആര്യനുമായുള്ള വഴക്കിൽ അനുവിന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ ശാന്തമായ സ്വഭാവവും ഹൌസിലെ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുന്നതും അനുമോളിന് വലിയ പ്രേക്ഷക പിന്തുണ നേടിക്കൊടുത്തു. രണ്ടാം സ്ഥാനത്ത് രേണുസുധിയാണ്. 2,28,981 വോട്ടുകളാണ് രേണുസുധി നേടിയത്. സെപ്റ്റിക് ടാങ്ക് വിവാദത്തിൽ തന്റെ വിഷമം തുറന്നു പറഞ്ഞ രേണുവിന് പ്രേക്ഷകരുടെ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. ഇത് വോട്ടിംഗ് നിലയിൽ വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയിരുന്നു. മൂന്നാം സ്ഥാനത്ത് ആര്യനാണ്. 2,24,177 വോട്ടുകളാണ് ആര്യൻ നേടിയത്. ആദ്യ ടാസ്കുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആര്യൻ അനുമോളുമായി നടന്ന വഴക്കിൽ അനാവശ്യ തമാശകളും അശ്ലീല ആംഗ്യങ്ങളും ഉപയോഗിച്ചത് വിമർശനങ്ങൾക്ക് കാരണമായി. അത് താരത്തിന്റെ വോട്ടിങ്ങിനെയും ബാധിച്ചിട്ടുണ്ട്. നാലാം സ്ഥാനത്ത് ജിസലാണ്. 2,20,819 വോട്ടുകളാണ് ജിസൽ നേടിയത്. ബിഗ് ബോസ് ഗെയിമിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ജിസൽ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയാണ് വോട്ടിംഗ് പട്ടികയിൽ ഇടം നേടിയത്. പലപ്പോഴും ശക്തമായ നിലപാടുകളോടെ സംവാദങ്ങളിൽ ഇടപെട്ടത് ജിസലിന് ഗുണകരമായി. അഞ്ചാം സ്ഥാനത്തുള്ളത് നെവിനാണ്. 2,14,182 വോട്ടുകളാണ് നെവിൻ നേടിയത്. ഹൌസിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി സമാധാനപരമായി മുന്നോട്ടു പോകുന്ന നെവിൻ പ്രേക്ഷകരുടെ പിന്തുണ നേടിയെങ്കിലും മുൻപ് നടന്ന ബിൻസിയുമായുള്ള വഴക്ക് അദ്ദേഹത്തിന്റെ കളിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ആറാം സ്ഥാനത്തുള്ളത് ഷാരികയാണ്. 2,06,346 വോട്ടുകളാണ് ഷാരിക നേടിയത്. അക്ബർ ഷാനവാസ് വിവാദത്തിൽ നിലപാടുകൾ തുറന്നു പറഞ്ഞ ഷാരികയ്ക്ക് അത് പ്രേക്ഷകരുടെ പിന്തുണ നേടിക്കൊടുത്തു. എങ്കിലും ആറാം സ്ഥാനത്തെത്താനേ താരത്തിന് സാധിച്ചുള്ളൂ. ഏഴാം സ്ഥാനത്തുള്ളത് ശൈത്യയാണ്. 1,97,315 വോട്ടുകളാണ് ശൈത്യ നേടിയത്. ജയിൽ നോമിനേഷനെ ചൊല്ലി ബിൻസിയും ഷാനവാസും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ പോലും ശൈത്യ നിശബ്ദയായിരുന്നതാണ് വോട്ടുകൾ കുറയാൻ പ്രധാന കാരണമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അങ്ങനെ ഏറ്റവും കുറവ് വോട്ടുകൾ നേടി എട്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് രഞ്ജിത്താണ്. 1,92,758 വോട്ടുകളാണ് രഞ്ജിത്തിന് ലഭിച്ചത്. ഹൌസിലെ നിശബ്ദ സാന്നിധ്യമായിരുന്ന രഞ്ജിത്തിന്റെ പ്രകടനം പ്രേക്ഷകരെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. വോട്ടിംഗ് അവസാനിച്ചതോടെ ഇനി ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്നത് കാണാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ നിന്നായിരിക്കും ഇവരുടെ വിധി തീരുമാനമാവുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ അന്തിമ വിധി എന്തായിരിക്കും? ആരായിരിക്കും ഈ ആഴ്ച പുറത്താവുക? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.